വലിയ സെലിബ്രിറ്റീസിന് ഇപ്പോൾ ദാസേട്ടനെ പോലെയുള്ള സെലിബ്രിറ്റീസ് അഭിനയിച്ചിട്ടുണ്ടല്ലോ ആഡ്സിൽ. പേസാർക്കയുടെ ഒക്കെ പരസ്യങ്ങളിലുണ്ടായിരുന്നു. അപ്പം ഈ കുട്ടികളെ പോലെ തന്നെ പാടാണല്ലോ ഈ സെലിബ്രിറ്റീസ്. നമ്മൾ ഈ കുറേ നാളായില്ലേ ജീവിക്കുന്നത്, ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടും മനസ്സിലാക്കിയും ഞാൻ ആളുകളെ ഇങ്ങനെ അത്യാവശ്യം പിന്നെ എൻ്റെ വഴിക്ക് കൊണ്ടുവരാനൊക്കെ പറ്റുന്ന ആളാണെന്ന് തോന്നുന്നു. നല്ല ക്ഷമയാണ് എനിക്ക്. ക്ഷമയുണ്ട്. നല്ല ക്ഷമ, ഭയങ്കര ക്ഷമ. ഒരിക്കലും എൻ്റെ ടെമ്പർ ലൂസ് ചെയ്യത്തില്ല. ഞാൻ ദേഷ്യപ്പെടുത്തേ ഇല്ല. ദേഷ്യപ്പെടുകയാണ് ആ വീട്ടിൽ ഭാര്യയോടെ ദേഷ്യപ്പെടുത്തുള്ളൂ, വേറെ ആരോടും ദേഷ്യപ്പെടുത്തില്ല. സ്റ്റോറി ബോർഡും കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാറുണ്ട്? സ്വതേ ഞാൻ വരയ്ക്കാറില്ല സ്റ്റോറി ബോർഡ്. ചിലർ ഇൻസിസ്റ്റ് ചെയ്യും, വരച്ച് കാണണമെന്ന് പറയും, ഒരു ചടങ്ങെന്ന നില. അപ്പോഴേ വരപ്പിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. ഞാൻ പഴയ സ്റ്റൈലാണ്. സ്റ്റോറി തലേ കാണും, സ്റ്റോപ്പ് വാച്ച് കാണും. അതായത് ഏതാണ്ട് ഒരു ഷോട്ട് ഇത്ര സെക്കൻഡിനുള്ളിൽ എക്സ്പ്രസ് ചെയ്ത് കഴിയണമെന്നുള്ള നിർബന്ധം. അതൊന്ന് കൈവച്ചിട്ട് അവരെ കൊണ്ട് കറക്റ്റ് ആ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യിക്കാൻ നിർബന്ധം പിടിക്കും. 3 സെക്കൻഡ് 2 സെക്കൻഡ്. അപ്പോൾ ഒരു അസിസ്റ്റൻറ്റിന് സമയം നോട്ടം തന്നെ പണി. പിന്നെ എപ്പോഴും എഡിറ്റ് ചെയ്ത പിക്ചർ തലയിലിട്ടുകൊണ്ടേ ഷൂട്ടിന് പോകാറുള്ളൂ. എന്താണിത് അൾട്ടിമേറ്റ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ പുതിയ ആഡ് ഫിലിം മേക്കേഴ്സ് എല്ലാം തന്നെ, ഈ മേഡ് ടു ഓർഡർ ആഡ് ഫിലിം മേക്കേഴ്സ് എല്ലാം തന്നെ കടലാസ് ഫോളോ ചെയ്യാറുണ്ട്. ഞാൻ കടലാസ് ഫോളോ ചെയ്യാറില്ല. അൾട്ടിമേറ്റ്ലി ഒരു ഫിലിം മേക്കറുടെ ലക്ഷ്യം പ്രോഡക്റ്റ് വിൽക്കണമെന്നുള്ളതായിരിക്കണം. അല്ലാതെ എൻ്റെ ആഡ് ഗ്രേറ്റ് ആകണമെന്നാണ്. ഞാൻ ആ ഒരു തത്വക്കാരനാണ്. ഞാനൊരു വലിയ ഗംഭീരൻ ആഡ് എടുത്ത് മാത്യു പോളിൻ്റെ ആഡ് വിൽക്കണമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് വേണ്ടി ഇത്രയും പണം മുടക്കുന്ന. അതുകൊണ്ട് ശരിക്കും ഫ്രണ്ട്ലി ആയ ഒരു ആഡ് ചെയ്യുക. ഇപ്പോൾ പല കാര്യങ്ങളുടെയും തുടക്കം സാറിൻ്റെ ആഡ്സ് ആയിരുന്നു. പിന്നീട് ആളുകൾ ഫോളോ ചെയ്തു. ഇപ്പോൾ ബ്രൈഡിന് ജ്വല്ലറിയിൽ ബ്രൈഡ് വന്നു. അങ്ങനെ ആദ്യം അതിനു മുൻപ് ചെയ്തിട്ടില്ലാതിരുന്ന ഒരു ഐഡിയാസ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാം. അല്ലെ, മിസ്ചീഫ് ആളുകൾക്ക് ഇഷ്ടമാണ്, കുസൃതികൾ. അപ്പോൾ സട്ടിലായിട്ടുള്ള മിസ്ചീഫ് ഏത് സ്ക്രിപ്റ്റ് കൊണ്ടുവന്നാലും നല്ലതാണ്. എത്ര സീരിയസ് പ്രോഡക്റ്റ് എടുത്താലും അത് നമ്മൾ മാത്രം ചെയ്യുന്നതല്ല. ലോകത്ത് മുഴുവനുള്ള ആഡ് ഫിലിം മേക്കേഴ്സ് എല്ലാം, നല്ല ക്രിയേറ്റേഴ്സ് എല്ലാവരും ഇത് ചെയ്യാറുണ്ട്. അതിൻ്റെ അകത്തൊരു എവിടെയെങ്കിലും ഒരു കുസൃതിയുടെ എലമെൻറ്റ് വേണം. പലപ്പോഴും കുസൃതിക്ക് പിള്ളേരുണ്ടായ നല്ലതാണ്. അതുകൊണ്ടാണ് എപ്പോഴും പിള്ളേരെ എവിടെയെങ്കിലുമൊക്കെ വരുന്നതെല്ലാം. പിന്നെ പിള്ളേരെ എല്ലാവർക്കും ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളെ കാണാനാണ് മനുഷ്യന് ഏറ്റവും ഇഷ്ടം. ചിരിക്കുന്ന പിള്ളേരെ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. ആഡിൽ വളരെ ശ്രദ്ധിച്ചേ ഈ തമാശകൾ യൂസ് ചെയ്യാറുള്ളൂ. പല ആഡുകളും ഓവറായിട്ട് ആളുകളെ ചിരിപ്പിക്കാനൊക്കെ എന്തിനൊക്കെ ശ്രമിച്ചു. അതൊക്കെ അപകടം വരുത്തും. ഈ നെഗറ്റീവ് പരസ്യങ്ങൾ നമ്മുടെ ആ കാലഘട്ടത്തിലാണ് അത് തുടങ്ങുന്നത്. ഇപ്പോൾ ഓണിയുടെ ഡെവിള് ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു സാധനത്തിന് പോസിറ്റീവ് ആക്കുന്ന ആളുകൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു സൈക്കോളജി? എപ്പോഴെങ്കിലും അത് നല്ല കോൺഫിഡൻറ്റ്, സ്ക്രിപ്റ്റിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടെങ്കിലേ നെഗറ്റീവ് ചെയ്യാവുള്ളൂ. ഞാൻ വായിക്കില്ല എന്ന് പറഞ്ഞൊരു, ഞാൻ ഒരു മനോരമയുടെ തൊഴിൽ വീതി എന്ന് പറഞ്ഞൊരു, ഇതൊന്നും പഠിച്ച് വായിക്കില്ല, പണിയാവും എന്ന് പറയും, അങ്ങനത്തെ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. പണിയാവും, വായിച്ചാൽ പണി കിട്ടുമെന്നുള്ളതാണ്. ആ സ്ക്രിപ്റ്റ് അക്സെപ്റ്റ് ചെയ്യിക്കാൻ കുറേ പാടുപെട്ട്. എനിക്ക് തോന്നുന്നു തൊഴിൽ വീതി എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ആഡ് അതാണ്. അതൊക്കെ വളരെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കി. അതിനൊരു കാര്യമുണ്ട്. ഒന്ന്, സ്ക്രിപ്റ്റിലുള്ള നമ്മുടെ കോൺഫിഡൻസ്, പെർഫോം ചെയ്യുന്നവർ പക്കയായിട്ട് ചെയ്തിരിക്കണം, അപകടം വരരുത്. പിന്നെ അത്തരം ഒരു കോമ്പിനേഷൻ ഒരു അൺനോൺ ആയിട്ടുള്ള ആരും ശ്രമിക്കരുത്. അറിയപ്പെടാത്തവർ, വളരെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡേ നെഗറ്റീവ് പറയാവുള്ളൂ. അവർ പറഞ്ഞാൽ ആ നെഗറ്റീവ് പറയാനുള്ള കോൺഫിഡൻസ് ഈ ക്ലയൻറ്റിനുണ്ടെന്നുള്ളതും അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വാല്യൂ തന്നെ. അതും ആളുകൾ മനസ്സിലാക്കും. അവന്മാർ ധൈര്യമായിട്ടല്ലേ വാങ്ങിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തോ ഉണ്ടെന്ന് പറയും. ഇനിയിപ്പോൾ ഒരു അടുത്ത ഒരു സ്റ്റേജ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അടുത്തൊരു ഡൈവേർഷൻസ് എന്നുള്ള നിലയിൽ ലൈഫിൽ എന്തെങ്കിലും പ്രൊഫഷണലി എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? വയസ്സായില്ലേ, ഇനി എന്ത് ഡൈവേർഷൻ? എന്ത് വയസ്സ്? ഇനി സിനിമയൊക്കെ, ഇനി ഫീച്ചർ കഥ പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പറയും, അവിടെ എപ്പോഴെങ്കിലുമൊക്കെ പറയും. പരസ്യങ്ങൾ തുടരുന്നു, പിന്നെ കൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകും. ഏതായാലും പുതിയ രസകരമായ നല്ല പരസ്യങ്ങളും ഗംഭീര സിനിമകളും താങ്കളിൽ നിന്നുണ്ടാവട്ടെ. ആശംസകൾ.
താങ്ക് യു. ശ്രീ മാത്യു പോൾ എന്ന ചെണ്ടക്കാരന്, സിനിമാ സംവിധായകന്, പരസ്യചിത്ര സംവിധായകന്, ഡോക്യുമെൻ്ററി സംവിധായകന് ഇനിയും നമുക്ക് ആവശ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സിനിമാ കാര്യങ്ങളുടെ ഭാവുകങ്ങൾ.